റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ചലച്ചിത്ര താരം കൃഷ്ണപ്രസാദിനെ മത്സരിപ്പിക്കാൻ ബി.ജെ.പി നീക്കം. കൃഷ്ണപ്രസാദ് അല്ലെങ്കിൽ പൊതുസ്വതന്ത്രനെ പരിഗണിക്കാൻ സാധ്യത. 1996 മുതൽ കേരള കോൺഗ്രസ് എം വിജയിച്ചു വരുന്ന മണ്ഡലമാണ് ചങ്ങനാശ്ശേരി. LDF-നായി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് സിറ്റിംഗ് MLA ജോബ് മൈക്കിൾ മത്സരിക്കും. UDF-ൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം KF വർഗീസ്, MV ജോസഫ് IAS, VJ ലാല എന്നിവരെയാണ് പരിഗണിക്കുന്നത്. അഖിൽ കെ നമുക്കൊപ്പം. അഖിൽ കെ, ചങ്ങനാശ്ശേരിയിലെ സ്ഥാനാർത്ഥി നിർണയം എവിടെ വരെ എത്തി? ഏറെക്കുറെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികൾ ഉറപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ പ്രധാനമായും ഈ കേരള കോൺഗ്രസ് എമ്മിൽ, അതായത് സിറ്റിംഗ് MLA ആയിട്ടുള്ള ജോബ് മൈക്കിൾ, അതിൽ തന്നെയായിരിക്കും മറ്റ് സാധ്യതകൾ. അതായത് കേരള കോൺഗ്രസ് എം അവരുടെ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുന്നത് തന്നെയാണ്. അതിൽ ഇപ്പോൾ ജോബ് മൈക്കിളും സാധാരണ മാറ്റമുണ്ടാകില്ല. ഇപ്പോൾ NDAയും അതുപോലെ തന്നെ UDF-ലുമാണ്. അതായത് UDF-നെ ഈ സീറ്റ് തിരിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒപ്പം തന്നെ NDAയും ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ ഇറക്കി വിജയിക്കാൻ കഴിയുമോ എന്ന് പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൃഷ്ണപ്രസാദിന്റെ പേര് NDA പരിഗണിക്കുന്നത്. കൃഷ്ണപ്രസാദിന്റെ പേര്, അതായത് NSS-മായുള്ള അതായത് അത്ര സ്വരത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിലല്ല കൃഷ്ണപ്രസാദ് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം പരിഗണിക്കുകയാണെങ്കിൽ ഒരു പൊതു സ്വതന്ത്രം നിലനിർത്താനാണ് എന്തായാലും NDA തീരുമാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒന്നിലധികം പേരുകൾ നിലവിൽ പരിഗണനയിലുള്ളത് അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. അതായത് UDF-ലാണ്. UDF-ലുള്ളതൊന്ന് KF വർഗീസ് ആണ്, പിന്നെ MB ജോസഫ് IAS, അതുപോലെ തന്നെ VJ ലാലി ആയിരുന്നു കഴിഞ്ഞ തവണ ജോബ് മൈക്കിളിനെതിരെ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തത്. ഈ മൂന്ന് പേരുകളാണ് പരിഗണനപ്പെടുന്നത്. അതിൽ ഈ MB ജോസഫ് എന്ന് പറയുന്നത് മാണി, അതായത് KM മാണിയുടെ മരുമകനാണ് എന്നുള്ളതാണ് ഈ MB ജോസഫ്. അദ്ദേഹം ജോസഫ് വിഭാഗത്തിനൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ മൂന്ന് പേരുകൾ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും ഏതെങ്കിലും ഒരു പേരുകൾ ഉയർന്നു വരികയോ ചങ്ങനാശ്ശേരി അതിരൂപത ഏതെങ്കിലും പേരുകൾ നിർദ്ദേശിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും കേരള കോൺഗ്രസിൽ നിന്നും അവിടേക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് മാറാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും മൂന്ന് മുന്നണികളും ശക്തമായ പോരാട്ടത്തിലേക്കാണ് ചങ്ങനാശ്ശേരിയിൽ ഒതുങ്ങുന്നതും. NDA ആണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് നിർത്തി കഴിഞ്ഞ തവണത്തെ ഉണ്ടായ വോട്ടിലൊക്കെ കുറവ്. അതായത് തൊട്ട് 2016-ലാണ് ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് കൂടുതൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ കൂടുതൽ വോട്ട് പിടിക്കാനായത്. അതിനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കൃഷ്ണപ്രസാദിനെ പോലെ ഒരാൾ, ചങ്ങനാശ്ശേരിക്കാരൻ ഒരാളെ തന്നെ നിർത്തുമ്പോൾ കൂടുതൽ വോട്ടുകൾ നേടി വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന്, അതായത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലടക്കം മികച്ച മുന്നേറ്റം, അത് പല പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം NDAക്ക് ഇത്തവണ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ ഒരുപക്ഷെ മറ്റ് കേരള കോൺഗ്രസ് തമ്മിൽ പരസ്പരം മത്സരിക്കുമ്പോൾ വോട്ടിലൊരു ഭിന്നത വന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി മികച്ച വോട്ട് നേടാൻ കഴിഞ്ഞ വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊരു കണക്കൂട്ടലാണ് എന്തായാലും NDA മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. സുജിയ. ഓക്കെ, അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്.